റോഡ്, വയനാടിൻ്റെ ചാർജ്, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ, PWD മന്ത്രി, പണം, സൗകര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇതെല്ലാം കൂടെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് മലബാർ പിടിച്ച് ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളായിരുന്നു. ജനുവരി 3-ാം തീയതി ഞാൻ ബേപ്പൂരിൽ വന്നു. ജനുവരി അവസാനത്തോടു കൂടി 4 ജില്ലയുടെയും ചാർജ് അദ്ദേഹം ഒഴിഞ്ഞു കോഴിക്കോട് ഒഴികെ. പിന്നെന്തായി? കോഴിക്കോട് ഏറ്റെടുത്തു. കോഴിക്കോട് ഏറ്റെടുത്തിട്ട് ഫെബ്രുവരി 23-ാം തീയതി 24-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ ചാർജ് അദ്ദേഹം ഒഴിയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത, അതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അതിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി, അതിനുള്ള സോഫ്റ്റ്വെയറുകൾ, അതിനുള്ള സോഷ്യൽ മീഡിയ, അതിനുള്ള പരസ്യം, അതിനുള്ള മറ്റുള്ള എന്താ പറയുക സാമൂഹിക സംഘടനകൾ, ഇതിനെല്ലാം പുള്ളിയായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത്. ഫെബ്രുവരിയോട് കൂടിയിട്ട് എന്തായി? കപ്പിത്താൻ മുങ്ങി. കപ്പിത്താനെ കാണാനില്ല. കോഴിക്കോട് ജില്ലയിലെ LDFന്റെ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി തന്നെ പൊളിഞ്ഞ് പാളീസായി. സ്ഥാനാർത്ഥികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല, ഏത് സോഷ്യൽ മീഡിയക്കാരെ ഏൽപ്പിച്ചതെന്ന് അറിയില്ല, എവിടെയാണ് പോസ്റ്റർ ഏൽപ്പിച്ചതെന്ന് അറിയില്ല. സ്ഥാനാർത്ഥികൾ അന്തം വിട്ട് നടക്കായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ആ ഇലക്ഷൻ സ്ട്രാറ്റജി പൊളിഞ്ഞ് പാളീസായി. അവരെ കൺട്രോളിൽ നിന്ന് പോയി. UDF അടിച്ചു കയറി. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അതിനോടൊന്ന് ആഡ് ചെയ്യാം. ഈ ഉദ്ദേശിച്ച സുനാമി, ഈ ന്യൂനപക്ഷ വോട്ടിൽ വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് ലെഫ്റ്റിനെതിരായിട്ട് വന്നു എന്നുള്ളതാണ്. നമ്മളത് ന്യൂനപക്ഷ വോട്ടിന്റെ കേന്ദ്രീകരണം എന്ന ഒറ്റ വാക്കിൽ ഞാനത് പിടിക്കുന്നില്ല. ഇവിടെ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് UDFും LDFും തമ്മിലല്ല, ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും ജനങ്ങളും തമ്മിലാണ്. അതിൽ ഈ പറയുന്ന ന്യൂനപക്ഷത്തിന്റെ ഭൂരിപക്ഷ വോട്ട് വന്നിട്ടുണ്ടാവും, ഈ പറയുന്ന വിശ്വാസ സമൂഹത്തിന്റെ വോട്ട് വന്നിട്ടുണ്ട്, ഇടതുപക്ഷക്കാരുടെ വോട്ട് വന്നിട്ടുണ്ട്, സച്ചിദാനന്ദന്റെ വോട്ട് വന്നിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു വാക്കുകളാണ് ഞാൻ കേട്ടത്. അതായത് ബേപ്പൂരിൽ ജയിക്കുന്നത് 50% മുകളിൽ മുസ്ലിം വോട്ടുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ റിയാസ് ജയിക്കും. അപ്പം ഈ ന്യൂനപക്ഷ കൺസൾട്ടേഷൻ നടന്നില്ല എന്ന് തെളിവാണ്. അതാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൊട്ടടിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ആ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മൊട്ടടിക്കാൻ വരട്ടെന്ന്. ഇതൊക്കെ വെറും വാക്കുകളാണ്, നടക്കുന്ന പ്രശ്നമില്ല. പിണറായിയെ താഴെ എടുക്കുന്ന ഇവിടുത്തെ സഖാക്കളാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷവാദികളാണ്, ഈ നാട് നിലനിൽക്കണമെന്ന ആളുകളാണ്, ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർവ്വ മനുഷ്യരും. അതാണ് ഞാൻ ജനമെന്ന് വിളിക്കുന്നത്. അത് കാണാൻ കഴിയില്ല. അത് 4-ാം തീയതിയെ കാണാൻ കഴിയുള്ളൂ. അപ്പോ അദ്ദേഹം ഈ പറയുന്ന ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷം മാത്രമല്ലാന്നേ, ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടില്ല, അതുകൊണ്ട് ജയിക്കുന്നതാണ്. നേരെ തിരിച്ച് ന്യൂനപക്ഷ ഏകീകരണം നടന്നാൽ പരാജയപ്പെടുന്നത് അല്ല. ന്യൂനപക്ഷ ഏകീകരണം കൊണ്ട് മാത്രമല്ല അദ്ദേഹം പരാജയപ്പെടുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഇവരൊക്കെ പാടെ കൂടിയിട്ട് BJP അമിത്ഷാ വന്നത് എവിടെയാ? ഈ ബേപ്പൂര് മാത്രമാണ്. അമിത്ഷാന്റെ ആവശ്യം എന്താണ്? TVN തോൽക്കണം ഇതാണ്. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ ബേപ്പൂരിൽ പോലും BJP കൊണ്ടുപോയി. അത് കേരളത്തിൽ ഒട്ടാകെ വരുന്നു. പിണറായി ഉണ്ടാക്കിയ ഡീലൊക്കെ പൊളിഞ്ഞ് പാളീസാകും. BJP ലീഡർഷിപ്പ് അങ്ങനെ തീരുമാനമെടുത്ത് അതിനൊരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും വിശ്വാസ സമൂഹം, അതേ പറഞ്ഞ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോ, BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് BJPക്ക് പൂർണ്ണമായ വോട്ട് കിട്ടും. BJP സ്ഥാനാർത്ഥി ജയിക്കാത്ത ഇടങ്ങളിൽ അവർ പിണറായിക്കെതിരെ വോട്ട് ചെയ്യും. അവർ ഒരിക്കലും UDFനോടൊപ്പമല്ല, അവർ BJPക്ക് എതിരുമല്ല ഈ വോട്ട് ചെയ്യുന്നവർ. പക്ഷേ BJP ഈ വിഷയത്തിൽ BJP ലീഡർഷിപ്പ് ശബരിമല വിഷയത്തിൽ പിണറായിയെ സഹായിക്കുന്ന കള്ളന്മാരുടെ കൂടെ അവർക്ക് കഞ്ഞി വെച്ചു കൊടുത്തു സംസ്ഥാന ലീഡർഷിപ്പ് BJPയുടെ എന്ന ഒരു ചർച്ച, എന്നൊരു കാഴ്ചപ്പാട് BJPയുടെ അനുഭാവം നിൽക്കുന്നവരും BJP ആയിട്ടുള്ള വിശ്വാസ സമൂഹത്തിലുണ്ട്. ആ വോട്ട് തിരിച്ചു വരും. ശബരിമല ഈ തെരഞ്ഞെടുപ്പിലും വലിയൊരു ഫാക്ടറായിട്ടുണ്ട്. ഏറ്റവും വലിയ ഫാക്ടറല്ലേ? കൊള്ളയടിക്കപ്പെട്ടൊന്നുമല്ല, ആ കൊള്ള മൂടി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അയ്യപ്പ സംഗമം, ഈ ഊരാളുകൾ സൊസൈറ്റി 5-8 കോടി അടിച്ചു പോയി എന്ന് വാർത്ത കൊടുത്ത ആളുകളാണ് നിങ്ങൾ. ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ആളുകളാണ് നിങ്ങൾ. ഹൈക്കോടതി അടക്കം പറഞ്ഞ കേസാണിത്. അപ്പൊ ആരാ അവർ വിശ്വസിക്കുക? ഏത് സമൂഹം വിശ്വസിക്കുക? ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുസ്ലിംമാർക്ക് ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടല്ലോ. ഈ പറയുന്ന കേരള കോൺഗ്രസിന് അഡ്രസ്
ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോ. ജയരാജൊക്കെ കഷ്ടം, എന്താ പറയാ, അദ്ദേഹത്തിന്റെ അങ്ങേ തലയിലുള്ള ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളുണ്ട്. മാണി കോൺഗ്രസിന്റെ ആപ്പീസ് കൂട്ടുന്ന തെരഞ്ഞെടുപ്പാവും ഇവിടുത്തെ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പാഠങ്ങൾ ഇവിടെ പഠിക്കാനുണ്ടാവും. അത് വരാനിരിക്കുന്ന UDFന്റെ ലീഡർഷിപ്പിന് കൂടി എന്താ പറയാ, അതൊരു പാഠമായിരിക്കണം. കാരണം ജനങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് കൊള്ളയടിക്കപ്പെട്ട് ഈ എന്താ പറയാ വർഗീയതയൊക്കെ പിന്നാലെ പോയാൽ കേരളമാകും എന്ന് കേരളത്തിലെ ജനം വിശ്വസിക്കുമ്പോഴേ അതേ എക്സിറ്റ് പോളിൽ തന്നെ പിണറായി വിജയന് വലിയ പിന്തുണ. ഞാൻ എക്സിറ്റ് പോള് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഞാൻ എക്സിറ്റ് പോള് കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതാണ് തുടങ്ങിയത്. ഞാൻ അതിന് പിന്നാലെ പോകുന്നില്ല. ഞാൻ എൻ്റെ അറിവും ഞാൻ മനസ്സിലാക്കിയിട്ടും ഇവിടുത്തെ സഖാക്കളെയും ഇവിടുത്തെ ജനങ്ങളെയും നമ്മളൊരു രാഷ്ട്രീയ അനുഭവങ്ങൾ എനിക്ക് 19 വയസ്സായി 7ാം ക്ലാസ് സ്കൂൾ ലീഡറായി തുടങ്ങിയതാണ് നമ്മൾ. അപ്പോൾ ഒരു 10-40 കൊല്ലത്തെ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിൽ നിന്ന് നമുക്കൊന്ന് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ. അത് കാണാൻ കഴിയില്ല. അത് കാണാൻ ആളുകൾക്ക് അത് വിസിബിൾ ആകാൻ പോകുന്നത് ഈ പറയുന്ന 4-ാം തീയതിയാണ്. ബേപ്പൂരിൽ ഭൂരിപക്ഷം 25,000 ആയിരുന്നു നേരത്തെ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും മാറ്റം ഇപ്പോൾ ഉണ്ടോ? ഒരു മാറ്റമില്ല. 25,000 എന്തൊക്കെ 20,000 ബേജാറാണ്. 28,000 വോട്ടാണ്. അത് 14,000 വോട്ട് കൂടി തിരിഞ്ഞാൽ എന്തായി? 0 ആയി. അതില് പിന്നെ ഒരു 10,000 വോട്ട് കൂടി വന്നാൽ 25,000 കയറി. ആകെ 25,000 വോട്ടിന്റെ ഷിഫ്റ്റിലാണ് ഇത് താഴെ പോകുന്നത്, മറ്റേ കയറി വരുന്നത്. 100 വോട്ട് പറഞ്ഞാൽ മതി. 215 കൊടുത്തുണ്ട്. അങ്ങോട്ടേക്ക് പോയ 100 വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞാൽ 42,300 വോട്ടായി. അതിൽ 28,000 തള്ളി ബാക്കി എത്ര ഉണ്ടാവും? ഇനിയിപ്പോ ഭരണം കിട്ടുന്ന ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിനുള്ള കാര്യം ചോദിക്കാം. സതീശന് ഒരു പിന്തുണയുമായി ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് തങ്ങൾ തന്നെ പറഞ്ഞു ജനവികാരം മാനിക്കാതെ വയ്യല്ലോ. ഇതില് വലിയൊരു ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണുള്ള പിണറായി എടുത്ത് കിടത്താന്ന് പറയും നമ്മളെ മലയാള ഭാഷ. എല്ലാം കൊണ്ട് എടുത്തിട്ട് അപ്പുറത്തേക്ക് കിടത്തുക. നാളെ പിന്നെ നടക്കാൻ പോകുന്നു. അത് വളരെ സ്മൂത്ത് ആയിട്ടാണ് സഖാക്കൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും ഇത് കാണാൻ പറ്റുന്നത്. അപ്പൊ അത് ജനവികാരമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റർ ആരാ തീരുമാനിക്കാം? അത് AICC എല്ലാവർക്കും അറിയുന്നല്ലോ. പിന്നെ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. അല്ല, AICC എന്ന് പറഞ്ഞാൽ AICC സെക്രട്ടറി. AICC എന്ന് പറഞ്ഞാൽ അതിന് നല്ല കൃത്യമായ ഒരു ബോഡി ഉണ്ട്, അതിന് പ്രസിഡന്റ് ഉണ്ട്, അതിന് വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്. എനിക്കൊരൊറ്റ സജഷൻ, ഒറ്റ ആഗ്രഹമുള്ളൂ. പിണറായിയെ ഈ പറഞ്ഞ പോലെ എടുത്ത് കിടക്കുക. ആ കൂട്ടത്തില് മരുമോനും പരിക്കില്ലാതെ അങ്ങോട്ട് സൈഡാക്കി കൊടുക്കുക. അതിലപ്പുറമുള്ള ഒരു രാഷ്ട്രീയമില്ല. അവരാണ് ഈ നാട് നശിപ്പിച്ചത്. ഇന്ന് പറയുന്നു മുഹമ്മദ് റിയാസ്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഞങ്ങളെ എന്താണ് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചവരാ ഞങ്ങള്. അതുകൊണ്ടാണ് ന്യൂനപക്ഷ ക്രോഡീകരണം ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അതിനെ ആഡ് ഓൺ ചെയ്ത് പറയുന്നത് വേണ്ടത. ഏത് കൃഷ്ണമണിയാണ്? ഏത് കൃഷ്ണമണി? നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. ന്യൂനപക്ഷങ്ങളുടെ കണ്ണിനെ കുത്തി പൊട്ടിച്ചതാണ് ആര്? വെള്ളാപ്പള്ളി. അപ്പൊ കൈ കൊട്ടി കൊടുത്ത ആളാ മോശം വരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് കൃഷ്ണമണി സംരക്ഷിച്ചു. ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ കണ്ണ് കുത്തി പൊട്ടിച്ച ആളാണ് ഈ പറയുന്നത്. അയാൾക്ക് ആ പൂമാല ചാർത്തി കൊടുത്തു. ഇതൊക്കെ ആർക്കും മനസ്സിലാവാം. ഇതൊക്കെ എവിടെ പോയി എത്തും നിങ്ങൾ നോക്കിക്കോ. ഒരു സമ്മാനമാണ് അതിലൊന്നും പോയിട്ട് PV Anwar കൊത്തുന്നെന്ന് വിചാരിക്കുന്നില്ല. PV Anwar ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എടുത്തെറിഞ്ഞിട്ട് വന്നവരാണ്. എനിക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു മോഹനം. നമ്മളെന്തറിയോ, നമ്മളൊക്കെ ജീവിച്ച ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്. എൻ്റെ പിതാവിൻ്റെ പിതാവ് അടക്കം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പലതും നഷ്ടപ്പെട്ടവരാണ്, ഇപ്പോഴും നഷ്ടമായിരിക്കുന്നവരാണ്. അതെന്താണ്? ഈ നാട്ടിലെ ഈ കമ്മ്യൂണൽ ഹാർമണി അത് ഇവിടെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ഒരു പോരാട്ടമേ ഉള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കും. മകനെയും മരുമാനെയും എടുത്തു കിടക്കും, അമ്മാശനെയും എടുത്തു കിടക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനം. അതിൽ ഒരു സമ്മാനം വേണ്ട, അത് തന്നെയാണ് സമ്മാനം. ജനം തരുന്നതാണ് സമ്മാനം. ആ ജനത്തിന്റെ ഒപ്പാണ്, അവരുടെ മനസ്സിനൊപ്പാണ്. അല്ല, പദവി ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ ജനങ്ങൾ തരുന്ന പദവിയല്ലേ മെമ്പർഷിപ്പ്, അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റും. അല്ല, അത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ താങ്കൾക്ക് തരാം. എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട്, പേഴ്സണൽ എന്നല്ല ഞാൻ പറയുന്നത്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു സപ്പോർട്ട്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകൾ സ്വീകരിച്ചു. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പല തരത്തിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും ഒക്കെ പലർക്കും ഉണ്ടായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന അവരുടെ രീതി അറിയുന്നുണ്ടാവും. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നന്നായിട്ട് കേരളത്തിന്റെ മതേതരത്വം കാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനോടുള്ള നന്ദി സ്നേഹം അറിയിക്കും. ഓക്കെ.